ഇത് നമ്മൾ വൈകുന്നേരത്തേക്ക് ഏതായാലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമല്ലേ ഇപ്പൊ ഇവിടെ. അപ്പൊ നമുക്കൊരു ഇടിയപ്പവും തേങ്ങാപ്പാലും ആവാന്ന് കരുതി കഴിക്കാനായിട്ട് ചായക്ക്. അപ്പൊ ഇടിയപ്പത്തിനായിട്ട് വറുത്ത അപ്പത്തിന്റെ പൊടി കേട്ടോ. അത് ദേ ഈ ഗ്ലാസ് കാണാമോ? അതെ കാണാം. ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വടിച്ചു പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു ഗ്ലാസ് ദേ ഇതിന് പൊടി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിന് തന്നെ 1.25 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ദേ ഈ പാത്രത്തില് വെള്ളം തിളപ്പിക്കുന്ന കൂടെ സ്വല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. അത് സോഫ്റ്റ് ആവാൻ അത് മറ്റേ ഇടിയപ്പ റെസിപ്പിയിലുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം നനയ്ക്കുന്നതിന് മുമ്പ് 1.25 എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം 1 ഗ്ലാസ് ഒഴിച്ചൊന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് ഡിഫൻസ് നമ്മുടെ ഈ വറുത്ത പൊടിയുടെ അനുസരിച്ചാണ് നനവ് ചിലപ്പോ വന്നത്. അപ്പൊ നമുക്ക് ആദ്യം 1 ഗ്ലാസ് എടുത്താൽ മതി. 1/4 ഗ്ലാസ് അതിൽ വെച്ചേക്കുക കേട്ടോ. അപ്പൊ 1 ഗ്ലാസ്സില് 3/4 ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഭയങ്കര ചൂടാണ്. ഈ തടി ഇതുകൊണ്ട് തന്നെ ഒന്ന് കുഴക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു സ്വല്പ സമയം കഴിഞ്ഞ് പതുക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കൈകൊണ്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം. എത്രത്തോളം ഭംഗിയായിട്ട് കുഴക്കാവോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ദേ ഞാൻ ഇതിലേക്ക് ഒഴിക്കാം. 1 ഗ്ലാസ് ഫുൾ ഒഴിച്ചു കേട്ടോ. 1 ഗ്ലാസ് എന്തായാലും വേണം. ഇച്ചിരി നേരം നമ്മൾ കുഴച്ചേച്ച് ഒരു അരമണിക്കൂർ വെച്ചേച്ചാണ് അപ്പം ചുടുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ ഇരിക്കുമ്പോൾ ഒരു സ്വല്പം നനവ് കുറയൂല. അതെ ഈ 1 ഗ്ലാസ് ഇപ്പം നമുക്ക് പാകമായി കേട്ടോ. ആ 1 ഗ്ലാസ് വടിച്ച് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ഇപ്പം കറക്റ്റ് മെഷർമെൻ്റ് ആണ്. പക്ഷേ വെള്ളം കളയരുത്. നമുക്ക് ആ വെള്ളം എടുത്ത് വെക്കാം. ചിലപ്പോൾ ഇച്ചിരി നേരം കഴിയുമ്പോൾ കൈകൊണ്ട് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ നനവ് കുറവായിരിക്കും ഇതിലേക്ക് വെള്ളം പിടിച്ചു കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം നമുക്ക് എടുത്ത് വെക്കാം. അങ്ങനെ ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ കുഴച്ച് വെച്ചു. കുറച്ച് സമയം അത് ഇരിക്കണമല്ലോ. ആ സമയത്ത് എനിക്ക് തോന്നി ഇടിയപ്പം ചുടുന്നതിന് ഇടയ്ക്കുള്ള സമയത്ത് അലക്കിയിട്ടിരിക്കുന്ന അയയിൽ കിടക്കുന്ന തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കാമെന്ന്. അപ്പോൾ അയ മുറ്റത്ത് തന്നെയാണ്. വെയിലടിക്കുന്നത് കൊണ്ട് മുറ്റത്ത് ഒരു സൈഡിലായിട്ടാണ് കെട്ടിയേക്കണം പുറത്ത്. അപ്പോൾ അത് തുണി കിടക്കണതൊക്കെ ഒന്ന് എടുത്ത് മടക്കാം നമുക്ക്. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കട്ടെ കേട്ടോ. ഇത് ഇച്ചിരൂടെ ഉണങ്ങാനുണ്ട്. അതുകൊണ്ട് ഈ മുണ്ട് ഇവിടെ കിടക്കട്ടെ. അലക്കിയിട്ടിരിക്കുന്ന ഓരോ ഡ്രസ്സും എടുത്ത് മടക്കി അങ്ങ് വെക്കുക. എന്നാന്ന് വെച്ചാൽ നീറ്റിക്കുന്ന ഡ്രസ്സല്ലേ, കുളി കഴിയുമ്പോൾ മാറാനുള്ളതല്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് മടക്കി വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഡെയിലി ഉള്ള പരിപാടിയാണ് ഇതൊക്കെ. ചെയറൊക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. ചെയർ നല്ല ക്ലീൻ ഫ്രണ്ട് കിടക്കണ ചെയറല്ലേ. അതെ നല്ല ക്ലീൻ ആണ്. നമ്മളതൊക്കെ ഒന്ന് എല്ലാ ദിവസവും തൂത്ത് രാവിലെ ഒന്ന് പൊടി തൂത്ത് കളയുമാ. അതെ അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് തുണി അതിനകത്ത് ഇടുകയുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഡ്രമ്മിലേക്ക് വെച്ചേക്കാം തുണികൾ. കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴും മാവിൻ്റെ നനവൊക്കെ നല്ല കറക്റ്റായിരുന്നു. പിന്നീട് രണ്ടാമത് വെള്ളമൊന്നും ഒഴിച്ചിട്ട് നമ്മൾ കുഴക്കേണ്ടി വന്നില്ല. മാവിൻ്റെ ചൂട് ചെറുതായിട്ടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞപ്പോൾ കൈ കൊണ്ട് നന്നായി കുഴച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ അതവിടെ കീപ്പ് ചെയ്ത് വെച്ചു. ഇടിയപ്പം നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ സേവാനാഴിയിൽ ഇട്ടിട്ട് നമ്മളിതുപോലെ പീച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ റെസിപ്പിയുടെ ലിങ്ക് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. കുറച്ചുകൂടി ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ. അപ്പൊ സേവാനാഴിയിൽ തീർന്നു പോയപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി വീണ്ടും ഫില്ല് ചെയ്തു. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കേണ്ട പരിപാടി. അല്ലെങ്കിൽ തീരെ കുറവേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കറക്റ്റ് ആയി അല്ലേ. വെച്ചോ. അതെ ഒരു സെറ്റ് ഇപ്പൊ വെക്കണല്ലോ. വെച്ചോ മുടിക്കും. തുറന്നോ അമ്പോ അടിപൊളി. വൈകുന്നേരം കുശാലായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. സംഭവം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ 2 സെറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോ അമ്മയുടെ അടുത്ത പരിപാടികളിലേക്ക് കടക്കാൻ പോവാണ്. ഈവനിങ് വ്ളോഗ് അല്ലേ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഫുഡ് ഐറ്റം ആണ് ആദ്യം കഴിഞ്ഞത്. ഫുഡിൽ തന്നെ തുടങ്ങി. ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കണം. സമയം ഏകദേശം 3
അടുത്തത് ചെടി നനയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഒരു വ്ളോഗിൽ കാണിച്ചേക്കണോണ്ടാണ് വീണ്ടും കാണിക്കാത്തത് കേട്ടോ. വൈകുന്നേരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു, ഇനി കഴിച്ചിട്ടൊന്നുമില്ല. സിംഗിൾ ടീ മാത്രം കുടിച്ചു. അതെ അതെ അതെ, ശേഷം തുടങ്ങി നന തുടങ്ങി. ഇത് കുറെ നേരം ഉണ്ട്, 1 മണിക്കൂറോളം ഉണ്ടാവും അല്ലേ? ഫസ്റ്റ് 1 മണിക്കൂറുണ്ട്, കാരണം പച്ചമുളകൊക്കെ നനയ്ക്കണ്ട. അതെ, പച്ചമുളക്, പാഷൻ ഫ്രൂട്ട്, ടൊമാറ്റോ ഒക്കെ നനയ്ക്കാനുണ്ട്. അതെ, കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. കൊളാമ്പി, ബന്ദിയേല് ദേ പൂവിട്ടു കേട്ടോ. ഒരു പൂവ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മുട്ടുകൾ ഇതേ മുട്ടായി. വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് മുഴുവൻ വാടി നിൽക്കുക. കാലത്തും വെള്ളം ഒഴിക്കും ഈ പൂക്കളുണ്ടാണ് ചെറിയ ചെടികൾക്കൊക്കെ. വാടാമുല്ലയ്ക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. വാടാമുല്ലയ്ക്ക് കുഴപ്പമില്ല. മറ്റു ചെടികളൊക്കെ ഈ പൂക്കളുണ്ടാണ് ചെറിയ ചെടികളെല്ലാം രാവിലെ വെള്ളം ഒഴിക്കണം. ഞാൻ ബന്ദി പെട്ടെന്ന് വാട്ടം കിട്ടും. എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് വെയിലടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അല്ലേ? ആയിരിക്കും. ഇനി കൊട്ട പോലെ പൂ ഉണ്ടായിക്കോളൂ. അത് വിടുന്നു വന്നേ ഉള്ളൂ. അതിന്റെ പകുതി കൂടെ വിടരാനുണ്ട്. ബന്ദി, കട്ടബന്ദി അത്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു അമ്മയുടെ? കുളിയൊക്കെ കഴിഞ്ഞു. മുടിയൊക്കെ കോന്തി വെച്ചു. ഞാൻ ഇടിയപ്പം കഴിക്കാൻ തുടങ്ങുവാണ്. ചെടിനനയുടെയൊക്കെ ഭാഗങ്ങൾ ഫുള്ള് കാണിക്കാതിരുന്നത് നമ്മൾ പല പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഇടിയപ്പം ഓരോരുത്തർക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങ് തരാം കയ്യിലേക്ക്. അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ എളുപ്പം അല്ലേ? അപ്പൊ അങ്ങനെ എടുത്താ പോരെ? മതി. ഇപ്പൊ തേങ്ങാപ്പാലും ഒഴിച്ചേക്കാട്ടോ. ചൂടുണ്ട്. ഞാൻ അടിയില് വഴയില വെച്ചേക്കുക. അപ്പൊ നല്ല ഇതായിട്ട് ഇരിക്കും. എന്നാന്ന് വെച്ചാൽ വാഴയിലയുടെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടി. അത് നല്ല ഇതിന്റെ തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ. 2ാം പാലാണോ? അല്ലല്ല, ഞാൻ സ്വല്പം നേർപ്പിച്ചെടുത്തേ ഉള്ളൂ. 2ാം പാലെന്ന് പറയാൻ പറ്റൂല. ഒരുപാട് കൊഴുപ്പില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് തേങ്ങാ ചിരണ്ടി പിഴിഞ്ഞ് അടിച്ചതാട്ടോ. ഇപ്പൊ അത് തന്നോ? തരാനല്ലേ എടുക്കണേ. അങ്ങനെ ധൃതി വെക്കല്ലേ. കൊറേ നേരമായി കൈ നീട്ടി പിടിക്കുന്നു. അടിപൊളി ചൂടുണ്ട്. കുഴപ്പമില്ല. വെക്കാം. നല്ല ചൂട് ഇടിയപ്പവും തേങ്ങാപ്പാല് പിഴിഞ്ഞത്. അപ്പൊ ഞാൻ പഞ്ചസാര ഇട്ട. അതെ. അപ്പൊ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ ആഹാരം, ഭക്ഷണം. 4 മണി എന്നുള്ളത് ഞങ്ങള് കഴിക്കുമ്പോ ഒരു 5:30 ആവും. 3:30-4 മണിയാകുമ്പോ ഒരു ചായ കുടിക്കും. പിന്നെ ഒരു 6 മണിയോട് കൂടിയാണ് എന്തെങ്കിലും കഴിപ്പും ചായ എടുക്കുന്നത്. അന്നേരം ബ്രൂ കോഫിയാണ് ആ ടൈമിൽ എടുക്കണത്. ഞാനിത് കഴിക്കാൻ തുടങ്ങട്ടെ കേട്ടോ. വേണ്ട, ഞാനിങ്ങനെ മുറിച്ചെടുത്തോളാം. മുക്കിയാണിത് കഴിക്കുന്നത്. എനിക്ക് തേങ്ങാപ്പാല ഏറ്റവും ഇഷ്ടം. മധുരം. അതെ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് പോലെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും കുറച്ചൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടും സുരക്ഷിതരായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.